ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് ഹോക്കി എന്ന് നമ്മളിൽ പലരും കരുതുന്നുണ്ടാകും. ജനറൽ നോളജ് പുസ്തകങ്ങളിലും അങ്ങനെ തന്നെ കാണാറുണ്ട്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഏതാണ് എന്ന ചോദ്യത്തിന് ഹോക്കി എന്ന ഉത്തരം നൽകുന്ന കുറേ പുസ്തകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അത് ശരിയാണോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കായിക ഇനമാണ് ഹോക്കി എന്ന് നമുക്ക് കാണാം. ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന ലോക കായിക മാമാങ്കമാണല്ലോ ഒളിമ്പിക്സ്. ഈ ഒളിമ്പിക്സിൽ തന്നെ 1928 മുതൽ 1956 വരെ തുടർച്ചയായി 6 തവണ ഇന്ത്യ ഹോക്കിയിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. ഇതുപോലെ ഹോക്കി രംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യ നേടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹോക്കിയിൽ ഒരു കാലത്ത് ഇന്ത്യ നടത്തിയ അസാമാന്യമായ ഈ മുന്നേറ്റം കാരണം പൊതുജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ഒരു ധാരണ മാത്രമാണ് ഹോക്കി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് എന്നത്. സത്യത്തിൽ ഇന്ത്യക്ക് ഒരു ദേശീയ വിനോദമില്ല. സർക്കാർ ഹോക്കിയെ ഔദ്യോഗികമായി ഒരു ദേശീയ വിനോദമായി ഒരിടത്തും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇനി നോക്കൂ, 2020 മഹാരാഷ്ട്രയിലെ ധൂലെ ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകൻ വിവരാവകാശ നിയമപ്രകാരം ഒരു ചോദ്യം അയച്ചു. എന്നാണ് ഹോക്കിയെ ഇന്ത്യയുടെ ദേശീയ വിനോദമായി പ്രഖ്യാപിച്ചത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിന് കേന്ദ്ര യുവജന കായിക മന്ത്രാലയം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ഇന്ത്യ ഒരു കായിക ഇനത്തെയും ദേശീയ വിനോദമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ത്യക്ക് ഒരു ദേശീയ വിനോദമില്ല. ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം എല്ലാ കായിക ഇനങ്ങളെയും ഒരേപോലെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ്. ഇതിന് സമാനമായി 2012 അതേ മന്ത്രാലയം സമാനമായ ചോദ്യത്തിന് അങ്ങനെ ഒരു മറുപടി നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹോക്കി ഇന്ത്യയുടെ ദേശീയ വിനോദമാണ് എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഹോക്കിക്ക് അങ്ങനെ ഒരു പദവി നൽകണമെന്ന് പലരും ആവശ്യം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. 2018 ഹോക്കി ലോകകപ്പിന് വേദിയൊരുക്കിയ ഒഡീഷ സർക്കാർ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതുകയും ഹോക്കിക്ക് ഒരു ദേശീയ കായിക വിനോദം എന്ന പദവി നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല.